എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഗംഗാനഗറിലാണ്. ഇപ്പോൾ പുത്തേട്ടാവുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഹോട്ടലിൽ ഇന്നലെ നമ്മൾ റൂമൊക്കെ എടുത്ത് അപ്പോൾ ഞാനും ചേട്ടായും വണ്ടിയെ കിടന്നു, ചായ പോയി റൂമിലും കിടന്നു. ഇപ്പോഴും നല്ല തണുപ്പാണ്. രാത്രിയിലൊരു ടെമ്പറേച്ചർ ഒരു 3 ഉണ്ടായിരുന്നുള്ളൂ. തണുത്തിട്ടിപ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യ. രാവിലെ ലോഡിൻ്റെ കാര്യമൊന്നും ആയില്ലല്ലോ. ലോഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ട്രാക്ടറിൻ്റെ ഡ്രൈവർ ഉണ്ടോ? ആ, ക്യാരറ്റ് അതിൽ ക്യാരറ്റിൻ്റെ വേറെ ഐറ്റം എന്തോ ഒരു ക്യാരറ്റിൻ്റെ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ, അതിലൊന്നും അത് അതുകൊണ്ടോ ട്രാക്ടറിൻ്റെ ഒരു ടയർ പൊക്കി വെച്ചോണ്ട് പോകുന്നുണ്ടോ? അത് ചിലപ്പോൾ പഞ്ചറായിരിക്കും. വെള്ളപ്പോത്തിനെ കണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ കളിയാക്കില്ല? അത് ശരിയാ കേട്ടോ. ഇത് വെള്ളപ്പാണ്ട് പിടിച്ച കേട്ടോ, അത് വേറൊന്നുമില്ല. ഇതാദ്യം കാണുകയാണേ, പോത്തല്ല എരുമ കേട്ടോ. ആദ്യം ലോഡ് വല്ലതും ആകുമെന്ന് നോക്കാം, എന്നിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. പോകാൻ റെഡിയായി നിൽക്കും അതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോറി ഓഫീസ്. ഇത് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ലോഡ് വല്ലതും ഉണ്ടോ? ലോഡ് വല്ലതും ഉണ്ടോ? ആയിട്ടില്ല ഇതുവരെ. ആയില്ലേ? ഞങ്ങളിവിടെ ഇച്ചിരി തണുപ്പിനെ അകറ്റ് വരുന്നു. അത് ശരി. കൈയൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കുക. അത് കൊള്ളാമല്ലോ, അത് നല്ല പരിപാടി. ഇത് കൂട്ട് നമുക്ക് വണ്ടിയിൽ ഒരെണ്ണം മേടിച്ച് വെച്ചാലോ? വണ്ടിയിൽ അതിൻ്റെ ആവശ്യമില്ല, കൊള്ളുന്ന സാധനമല്ലോ. അതല്ല ഇതിൻ്റെ ആവശ്യമില്ല വണ്ടിയിൽ. അതെ, ഇതിനും നല്ല ഐറ്റമല്ലേ വണ്ടിയിലിരിക്കുന്നല്ലേ. ഓട്ടത്തിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇവിടുത്തെ നമ്മുടെ ഓഫീസിലെ ആള്. ആപ്കാ നാം ക്യാ ഹൈ? नीरज भाई, जय हिंद ट्रांसपोर्ट. ओके, केरला का लोड करो, अच्छा भाड़ा में. हाँ, थोड़ा टाइम रुको, मैं करवा देता हूँ. हाँ. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് റൊട്ടി മേടിച്ച് ബാബിയുടെ കടയാണ്. അപ്പം റൊട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. തവാ റൊട്ടി, ആലു മട്ടറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം. ബാബിയും മോളും ആണെന്ന് തോന്നുന്നു. അപ്പം കരയില ഉണ്ട്, വേണോ? കരയില എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചോ, എനിക്ക് ഒരു റൊട്ടി എങ്ങനെ മതി, എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് 2 റൊട്ടി വേണം, എനിക്ക് വിശക്കുന്നുണ്ട്. നല്ല ചൂട് റൊട്ടി, ദാൽ ഫ്രൈ ഉണ്ട്, ആലു മട്ടർ ഉണ്ട്, പിന്നെ കരയിലയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അറിയാം, കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ ട്രൈ ആയി? കുഴപ്പമില്ല. പിന്നെ നല്ല നീറ്റാ, അത് പറയാതിരിക്കാൻ പറ്റിയില്ല. അതെ, നമുക്ക് പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മുടെ വണ്ടി വന്നല്ലോ. വണ്ടി വന്ന് കിടപ്പുണ്ട്, എന്നാൽ പിന്നെ പോയേക്കാം. അതെ, ലോഡ് മിക്കവാറും ഇന്ന് നടപടിയില്ലെന്ന് തോന്നുന്നു. ആണോ? പറഞ്ഞില്ല. ഏത് ബോർഡറിലോട്ടാ പോകുന്നേ? ഏതെങ്കിലും ബോർഡറിലേക്ക് പോകാം, വണ്ടിയൊക്കെ ഇരിക്കും. 1-2 ബോർഡറൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. പുറകിൽ കണ്ടോ കുതിര ട്രെയിൻ ചെയ്യിക്കുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ നിന്നും പഞ്ചാബിലേക്കാണ് പോകുന്നത് കേട്ടോ. ആദ്യം പഞ്ചാബിലോട്ടാണോ? ആദ്യം പഞ്ചാബിൽ ചെന്നിട്ട് പഞ്ചാബിൽ നിന്നുള്ള പാകിസ്ഥാൻ ബോർഡറുണ്ട്, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പഞ്ചാബ് ബോർഡറിലേക്ക് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. ചെമ്മരിയാടും കൃഷിയാണ്. അതിൻ്റെ കളറൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. 5-6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറിലേക്കായി 5-6 കിലോമീറ്റർ പറഞ്ഞു കേട്ടോ. അവിടുന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇതല്ലേ മൽക്കോട്ട്? അല്ല, മാലൗട്ട് അതല്ല, അബോറൊക്കെ പഞ്ചാബാണ്. 50 കിലോമീറ്റർ. ഇവിടെ എല്ലാം ഈ പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഒരുപാട് ബോർഡറുകളുണ്ട്. നമ്മളിപ്പം രാജസ്ഥാൻ്റെ ഒരു ബോർഡറിലേക്ക് പോകാനായിരുന്നു ആദ്യം ഓർത്തത്. അപ്പോൾ ഈ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞപ്പം അത് ചെറിയൊരു ബോർഡറാണ്, അവിടെ നമ്മൾ ഈ വേലിയിട്ടേക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ, ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരും ഉണ്ടാവും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ഒരു ബോർഡറുണ്ട്, അത് ഇച്ചിരി കൂടെ നല്ലതാണ്, അവിടെ കാണാൻ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ആദ്യം നമ്മൾ പഞ്ചാബ് പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടിട്ട് സമയമുണ്ടെങ്കിൽ ഈ രാജസ്ഥാനിൽ നിന്നുള്ള ബോർഡറിൽ കൂടെ കറങ്ങി നമ്മൾ വണ്ടി കിടക്കുന്നിടത്ത് തിരിച്ചു വരും. അതെ, സമയം 12 മണി കഴിഞ്ഞു. എന്നിട്ട് എന്നാ തണുപ്പാന്ന് നോക്കി. തണുപ്പാ, സൂര്യനില്ലെന്ന്. ഇപ്പൊ തന്നെ ടെമ്പറേച്ചർ 13 ഉള്ളൂ. ഇന്ന് സൂര്യൻ ഉദിക്കുന്നില്ലെന്നാ തോന്നുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ പഞ്ചാബിൽ കയറി. പഞ്ചാബ് പോലീസ് ചെക്ക് പോസ്റ്റാണ് മുന്നേ കാണുന്നത്. പഞ്ചാബ് പോലീസ്. ഇവിടെ റോഡിന്റെ 2 സൈഡും പിന്നെ കടുകുപാടവും പിന്നെ ഇത് കണ്ടോ കിന്നുവാ നിൽക്കുന്നത്. ഉണ്ട്, ഇതെല്ലാം ഓറഞ്ച് തോട്ടമാണ് കിന്നുവിന്റെ. ഈ അബോറൊക്കെ ഇതിന്റെ മെയിൻ സ്ഥലം. അബോർ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ. അവിടെ നിന്നൊക്കെ നമ്മൾ ലോഡാവുന്നതാണ് ചില സമയങ്ങളിൽ. ഇവിടെ റോഡ് വീതി കൂട്ടുകയെന്നുണ്ട്, 4 ലൈൻ ആക്കുക, കുറച്ച് വഴിപണിയൊക്കെ നടക്കുക. അപ്പം നമ്മളൊരു കാറ് വിളിച്ചാണ് പോകുന്നത്.
ഇതാണ് നമ്മുടെ ഡ്രൈവർ. ക്യാ നാം ഹൈ ആപ്കാ? ജഗ്ഗിമാൻ. ഇന്ന് കോ ഡ്രൈവർ ഒന്നും ഇല്ലല്ലോ. ഡ്രൈവറും നമ്മുടെ മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും ഇപ്പൊ പുറകെ കയറി പുറകിലത്തെ സീറ്റിലാ. ഇന്ന് ഞങ്ങളെ പുറകോട്ട് ഓടിച്ചല്ലേ. ഇന്ന് ക്യാമറമാൻ മുന്നിൽ കയറിയിരുന്നു. അല്ല, ക്യാമറമാൻ എപ്പോഴും മുന്നേ വേണ്ട, എന്നാലല്ലേ ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേണം. ഏതാ? അതേതാ? ഞാൻ കണ്ടില്ല സിനിമ. ആ, ഓട്ടോറിക്ഷ കയറാൻ പറ്റില്ല, അത് ശരിയാ. ഓട്ടോറിക്ഷ കയറിയാൽ ഡ്രൈവർ സൈഡിൽ ഇരിക്കാം, അതിനെ കുഴപ്പം. ആ, നമ്മളവിടെ പറ്റില്ല. ഇവിടെ ഇന്ന് സൂര്യനില്ല. നോക്കിയേ, 1 മണി ആയാറായിക്കാണ് അല്ലേ? 1 മണി അന്തരീക്ഷത്തിന് ഒരു തെളിച്ചോ ഇല്ലല്ലേ? ഇല്ല. ഇത് കുറെ ദിവസങ്ങളായിട്ടേ ഇങ്ങനെ നമ്മുടെ വീഡിയോ മൊത്തം. രാജസ്ഥാനിലേക്ക് കയറിയപ്പോ തൊട്ടേ അതല്ലേ? അതെ. രാജസ്ഥാനല്ല, എനിക്കൊന്ന് ഗുജറാത്തിൽ തൊട്ടേ ഇങ്ങനെ ആയിരുന്നു. ഏതാണ്ടൊക്കെ കൃഷിയുണ്ട്. കൃഷികളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ കൃഷി നമ്മൾ കാണാൻ നിന്നാലേ ബോർഡറിൽ അങ്ങോട്ട് പോകാൻ സമയം പോകും. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ എല്ലാം ഇറങ്ങി പോയേനെ. അല്ല, തിരിച്ചു വരുമ്പോ നമുക്ക് നോക്കാം. ഇത് മുന്നോട്ട് ചെല്ലുന്നവരും മഞ്ഞ് കൂടിക്കൂടി വരുവാണല്ലോ. അതെ, പഞ്ചാബില് എനിക്ക് വന്ന രാജസ്ഥാനേക്കാട്ടില് മഞ്ഞായിരിക്കും. പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വന്ന ഓർക്കുന്നുണ്ടോ? എന്നാ മഞ്ഞായിരുന്നു. അതെ. പാലുകാരൻ പോകുന്നുണ്ട് കേട്ടോ. പാല് വേണോ? വണ്ടി ഇല്ലല്ലോ, കിച്ചണൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ മേടിക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. 32 കിലോമീറ്ററാണ് ഫസിൽക്ക ബോർഡർ. എന്നിട്ട് ഇപ്പോൾ ആർമിയുടെ വണ്ടികളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. മുമ്പ് കുറേ വണ്ടികൾ പോയായിരുന്നു. മഞ്ഞ് കൂടിക്കൂടി വരും കേട്ടോ. അങ്ങോട്ട് നല്ല മഞ്ഞായിരിക്കും തോന്നുന്നു. വഴിയുണ്ടോ? നല്ല രസമുണ്ടല്ലേ? തമിഴ്നാട്ടിൽ മറ്റേ പുളി നിൽക്കുന്ന പോലെ. എത്ര ദൂരം ഇങ്ങനെ തന്നെയല്ലേ? അതെ, നേരെ കിടക്കുന്ന വഴി. കണ്ടോ ആ വണ്ടിയിലെ ലോഡ് കണ്ടോ? അങ്ങോട്ട് നോക്കിയാ ട്രെയിലറല്ലേ? എന്നാ ഹൈറ്റ് അല്ലേ? മണൽ കയറ്റിയിട്ടുണ്ടോ? ഇത് 2 നില ബസ് പോകുന്ന പോലെ. അതെ. നോക്കി എല്ലാം അതെ കേട്ടോ. ഇത് നദിയിൽ നിന്ന് കണ്ട് ഇപ്പം വാരിക്കൊണ്ട് വരുന്നതാന്ന് തോന്നുന്നു. വെള്ളം ഒഴുകുന്നുണ്ട്. എത്ര ടണ്ണായിരിക്കും അല്ലേ? നല്ല ലോഡുണ്ട്. 22 ടയർ ട്രെയിലർ. അത് ട്രാക്ടർ മറിഞ്ഞാന്ന് തോന്നുന്നു. അതെ, അടുത്ത ട്രാക്ടറിലേക്ക് ലോഡ് കയറ്റുവാണോ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കയറ്റുന്ന ലോഡ് എന്നതാ. അതെ, മറിഞ്ഞു കിടക്കും കേട്ടോ. അതെ, ട്രെയിലർ മറിഞ്ഞു പോയി. അതിൻ്റെ ടയർ ഊരി പോയാന്ന് തോന്നുന്നു. ആക്സിൽ ഒടിഞ്ഞു പോയാന്ന് തോന്നുന്നു. ആ സൈഡിലത്തെ ടയറൊന്നും ഇല്ല. ഇതേ ലേഡി ഡ്രൈവർമാരാ കേട്ടോ കളവണ്ടി. സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്നു. സമയനായി 2 മണി കണ്ടായിരുന്നു. 1 മണി ആയതേ ഉള്ളൂ. ഉച്ചവരെ ക്ലാസ് കാണുള്ളൂ. ഇപ്പം നമ്മൾ ഫസിൽക്ക എത്തി. അപ്പോൾ ആദ്യം ഇവിടെ ബാങ്കിൽ കുറച്ച് പൈസ ഇടാനുണ്ട്. വാടക കിട്ടിയ പൈസ ബാങ്കിൽ ഇട്ടിട്ട് വേണം പോകാൻ. കൈവച്ചുകൊണ്ട് നടക്കുന്ന ഭയങ്കര റിസ്ക്കാണ്. ഈ ഫസിൽക്ക എന്ന് പറഞ്ഞ സ്ഥലം പഞ്ചാബിലെ ഒരു ജില്ലയാണ്, ജില്ലാ ആസ്ഥാനം കൂടിയാണ്. ചീനിക്കിഴങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചീനിക്കിഴങ്ങ് ഇഷ്ടം പോലെ ഇരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ മറ്റേ ഇതുണ്ട് ക്യാരറ്റ് ഇരിക്കുന്നു, ചുവപ്പ് കളറിൽ. പച്ചക്കറികൾ എന്തായാലും നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഇരിക്കുന്നു. കുറച്ച് മേടിച്ചോണ്ട് പോയാലോ നമുക്ക്? അങ്ങോട്ട് പോകുമ്പോൾ കറിയൊക്കെ വെക്കാം. വേണേ മേടിക്കാം. അതേ പറ്റും. പല ടൈപ്പ് ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. വെള്ള ഉരുളക്കിഴങ്ങ് കണ്ടോ? ചുവന്ന കളറുണ്ട്. അതെ, ഞാനവിടെ ഒരു സാധനം കണ്ടു. ഒരു ചക്ക മുറിച്ച് വെച്ചേക്കുന്നു. ചക്കയോ? കണ്ടില്ലല്ലോ. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ചക്ക മേടിക്കണോ? ചക്ക മേടിച്ചു കൊടുക്കണോ? ചക്ക ഇവിടെ മേടിക്കണ്ട. അല്ലല്ല, കളർ വ്യത്യാസം ഉണ്ടോ? ചീനിക്കിഴങ്ങ് ഇഷ്ടം പോലെ ഇരിക്കുന്നു കേട്ടോ. നമുക്ക് കുറച്ച് മേടിച്ചോണ്ട് വേണേ മേടിക്കാം. അവിടെ കണ്ട് പുഴുങ്ങി ഇരിപ്പുണ്ടില്ലായിരുന്നോ? നമ്മൾ ബാങ്ക് തപ്പി പോന്നതാ, അല്ലെങ്കിൽ നേരെ അതിലെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് ഒരു കമ്പിളിപ്പുതപ്പ് കൂടെ നോക്കിയാലോ? മേടിച്ചാലോ? കമ്പിളിപ്പുതപ്പ് ഒരെണ്ണം വേണോ? ഒരെണ്ണം ചെറുതാ അല്ലേ? അത് വേണേ ഒന്ന് നോക്കാം. പിന്നെ ഒരു കമ്പിളി, എനിക്കൊരു കമ്പിളി ഉടുപ്പും കൂടെ മേടിക്കാവേ. അവിടെ പുതപ്പേ ഉള്ളൂ. നമുക്ക് ഇവിടെ സെറ്റർ ഇവിടെ നോക്കാന്നാ. ഉണ്ടോന്ന് നോക്ക്, കയറി നോക്ക്. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. കട്ടിയാ ഭയങ്കര അല്ലേ? ഇതിന് വലിയ കട്ടിയില്ലേ, പക്ഷേ ചിലതിന് ഭയങ്കര കട്ടി. ഇതിനൊക്കെ നല്ല കട്ടിയാ.
അതൊരെണ്ണം ഇട്ട് നോക്കിയേ. അതെ, ഈ സൈസ് വേറെയൊക്കെ ഒത്തിരി ഐറ്റം കിടപ്പുണ്ട്. ഇതിട്ടിട്ട് എനിക്കിപ്പോൾ തണുക്കുക. അത് തണുത്തിരുന്നതല്ലേ, ഞാൻ ശാല നേരം കഴിയുമ്പോൾ ചൂടാകും. എങ്ങനെയുണ്ട് അത്? സൈസൊക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? പക്ഷെ കളർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കളർ വേറെ നോക്കാം. അത് പിന്നെയും കുഴപ്പമില്ലല്ലേ? അത് പിന്നെയും കുഴപ്പമില്ല, കാക്കി ആവുകയും ചെയ്യും. കാക്കിയല്ല, ഒപ്പിക്കാം. ആ അത് നോക്കിയേ, അത് വേറെ റേറ്റുമാണ്. അത് വേണ്ടേ? ഓ, ഇത് വേണ്ട എനിക്ക്. ഇവിടെ ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊന്നും അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നാ പിന്നെ ഉള്ള വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പോയേക്കാം. നമുക്ക് വേറെ കടയിൽ നോക്കാമല്ലോ. എന്നാ സമയം പോവും. ചായ വന്നോ? ആ ചായ വന്നൊന്ന് നോക്കണം, വണ്ടി അപ്പുറം കിടക്കുന്നുണ്ട്. വന്നില്ലെങ്കിൽ നോക്കാമല്ലേ? അപ്പോൾ ആ സെട്രോ മേടിച്ചില്ല, എന്നാൽ പിന്നെ ഇതിൽ കിടന്ന് പച്ചക്കറിയൊക്കെ കാണാം. സെറ്റർ ഇഷ്ടപ്പെട്ട കിട്ടിയില്ല. ആ അതെ. അപ്പോൾ ഇതുണ്ടോ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടോ? ഞാൻ ഇതാ പറഞ്ഞത്, വേറെ കളർ ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞില്ല. ഇത് ചുവപ്പ് കളർ അതിൻ്റെ തൊലിക്ക്. ഇവിടെ ഇതേ ഇഷ്ടംപോലെ മട്ടർ ഇരിപ്പുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ ഇതേ ഇഷ്ടംപോലെ ചീനിക്കിഴങ്ങ്. ചീനിക്കിഴങ്ങ് വേണോ? നല്ല ചീനിക്കിഴങ്ങ് കേട്ടോ. മേടിച്ചോ വേണേ? നോക്കട്ടെ, വാ. ഇവിടുത്തെ ക്യാരറ്റ് കണ്ടോ? ക്യാരറ്റ് നല്ല കളറാ അല്ലേ? നമ്മുടെ അവിടെ കിട്ടുന്ന സൈസ് അല്ലേ ഇത്? വേറൊരു കളറാന്നേ ഉള്ളൂ അല്ലേ? ടേസ്റ്റിനി അറിയത്തില്ല കേട്ടോ. അച്ഛമ്മ ഈ കളറ് കിഴങ്ങ് കഴിച്ചിട്ടില്ല. അമ്മ അച്ഛമ്മയ്ക്ക് വേണ്ടി കുറച്ച് മേടിച്ചോണ്ട് പോയല്ലോ. മേടിച്ചോ. ഉരുളക്കിഴങ്ങ് 2 കിലോ മേടിച്ചു. 1 കിലോ 30 രൂപ. ക്യാരറ്റ് 1 കിലോ 25 രൂപ. അത് 1 കിലോ മതി അല്ലേ? 1 കിലോ മേടിച്ചോ. ഇവിടുത്തെ ഓറഞ്ച് കേട്ടോ, എടുപ്പോടെ ഇരിക്കുന്നേ. കിന്നു ആ മധുരക്കിഴങ്ങ് 50 രൂപ കിലോയ്ക്ക്. 1 കിലോ മേടിച്ചാൽ മതിയേ? ആ 1 കിലോ മേടിക്കുന്നുള്ളൂ. വണ്ടി വന്നു, ബാങ്കിൽ പൈസ കേട്ടിട്ട് നമുക്ക് പോകാം. പെട്ടെന്ന് മേടിച്ചോ. നല്ല കട്ട് സൈസ് വണ്ടി, അടിപൊളി ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ വണ്ടി ആ സൈസ് ഉണ്ട് കേട്ടോ. RSC 898. പണ്ടത്തെ കട്ട് സൈസ് പെട്രോൾ വണ്ടി. ഇതിപ്പോൾ പെട്രോൾ ആണോന്ന് അറിയത്തില്ല, ഡീസലായിരിക്കും. ഇത് നല്ല കണ്ടോ കട്ട് സൈസ് വണ്ടിയാണ്. അപ്പം നമ്മളിനിയും ബോർഡറിലേക്ക് പോകാം. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. ഫസിൽക്ക ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി. ഈ വണ്ടി കണ്ടോ? ഇത് ഗുജറാത്തിലും ഇത് ഇഷ്ടം പോലെ ഉണ്ട്, പഞ്ചാബിലും ഉണ്ട്. ഇപ്പം പഴയ വണ്ടികളൊക്കെയാണ്, ഇപ്പോൾ പുതിയ വണ്ടികളൊന്നും അങ്ങനെ വരുന്നില്ലെന്ന് തോന്നുന്നത്. ഇത് ടെമ്പോയുടെ പഴയ ഒരു വണ്ടിയാണ്. ഗരുഡൻ്റെ മോൻ പോലെ ഇരിക്കുന്നത്. അതെ, ബജാജിൻ്റെ വണ്ടിയായിരുന്നു. അതിൻ്റെ ബോണറ്റെല്ലാം പോയി. ബൈക്കിൻ്റെ പിക്കപ്പായത്, ബൈക്ക് പിക്കപ്പ്. പക്ഷേ അതൊക്കെ രജിസ്ട്രേഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇപ്പോഴേ നമ്മളെ ബോർഡറിൽ ചെന്നു, പക്ഷേ അവിടെ ഇപ്പോൾ കയറ്റി വിടുകയില്ല. 4 മണി കഴിഞ്ഞേ കയറ്റി വിടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു. വരെ കടയിൽ പോയി വല്ലതും ഫുഡും എല്ലാം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും ഫസിൽക്കായി വന്നു. അപ്പോൾ ഇവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് പോകാമല്ലേ ഇനി? എന്നാ കിട്ടുമെന്ന് നോക്കാം. വലിയ വിശക്കൊന്നും ഇല്ല. പിന്നെ ഇനി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സമയമാണ് നമ്മൾ ചിലപ്പോൾ. എന്നാ ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ കൂടെ 3 റൊട്ടി പറഞ്ഞു. ചേട്ടായിക്ക് പ്ലെയിൻ റൊട്ടി വേണോ? പറഞ്ഞോ. പ്ലെയിൻ റൊട്ടി വേണ്ടെന്ന് പറഞ്ഞു. ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് മതി ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് മിക്സ് പൊറോട്ടയും. അതെ, മിക്സ് പറാത്ത അല്ലേ? പിന്നെ മിക്സ് ബാജി ഒന്നും പറഞ്ഞിട്ടുണ്ട്. മതി. പിന്നെ സ്പെഷ്യൽ ചായയും പറഞ്ഞു. രാവിലെ കിട്ടിയ പോലെ നല്ലൊരു ചായ. രാവിലത്തെ ചായ ഉള്ളായിരുന്നു. അതെ, വലിയ ഗ്ലാസ്സിനകത്ത്. വണ്ടിക്കകത്തിരുന്നപ്പോൾ അത്ര തണുപ്പില്ലായിരുന്നു. വെളിയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര തണുപ്പ്. അതിനകത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് പോയില്ലെങ്കിലേ അവിടെ സമയം പോകും. ഇപ്പം എപ്പോൾ ഇത് കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്. റൊട്ടി വന്നു. റൊട്ടിയും ആലു പൊറോട്ട അല്ല മിക്സ് പൊറോട്ട വന്നു. നമ്മുടെ മിക്സ് ഭാജിയും വന്നു കേട്ടോ. വേഗം കഴിച്ചേക്കാം അല്ലേ? പെട്ടെന്ന് കഴിച്ചോ, ഇല്ല സമയം പോകും. റൊട്ടി വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോണം. താമസിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് കയറാൻ സമയം പോകും. പിന്നെ പോയിട്ട് കാര്യമില്ല. എപ്പോഴേ ഫുഡൊക്കെ കഴിച്ചു, പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയേക്കാം ബോർഡറിലേക്ക്. വേഗം പോയേക്കാം. താമസിച്ച് എല്ലാം വരുന്ന സ്ഥലമല്ലല്ലോ ഇത്. അവിടെ കറക്റ്റ് സമയത്തിന് കാര്യങ്ങളൊക്കെ നടക്കും. അതെ 4 മണിക്ക് നമ്മളെ അകത്തേക്ക് കയറ്റും. 4:30 തുടങ്ങും. 5 മണിക്ക് ക്ലോസ് ആവും. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടല്ലോ? ടിക്കറ്റ് ഒന്നും, നമ്മുടെ ID കാർഡ് ഒറിജിനൽ മതി എന്നാ പറഞ്ഞത്. വലിയ തിരക്കൊന്നും ഉള്ള ബോർഡറല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഉണ്ടോ തണുപ്പ് കാരണം നോക്കി. അതിന് അവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ടല്ലോ. അതെ, ഇത് ഇവിടുത്തെ ഒരു വാർ മെമ്മോറിയലാണ്.
ഫസിൽക്ക വാർ മെമ്മോറിയൽ ഇത് 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ മരിച്ച നമ്മുടെ ധീരജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് പണികഴിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറി പോകത്തില്ല, അടച്ചിട്ടേക്കുക. നമ്മളിപ്പം ബോർഡറിലേക്ക് അടുക്കാറായി, 4 മണി ആകാറായി. നമ്മുടെ സാരഥിയുടെ പേരും അതെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഈ വണ്ടിയെല്ലാം ഉള്ളതാണ് ഇതല്ലേ. വീഡിയോ കാണുന്നവർക്ക് ഒരു അതെ ഗംഗാനഗറിൽ വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ. സേവിയേഴ്സ് ഓഫ് ഫസിൽക്ക, അതെന്താണെന്നറിയാം അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിലെ ഈ ഫസിൽക്ക എന്ന ഈ പ്രദേശത്തെ രക്ഷിച്ച നമ്മുടെ കുറേ ധീര ജവാന്മാരുണ്ട്. അപ്പോൾ അവരെ ഇവിടെയുള്ളവർ വിളിക്കുന്നതാണ് സേവിയേഴ്സ് ഓഫ് ഫസിൽക്ക എന്ന്, അതായത് ഫസിൽക്കയുടെ രക്ഷകരെന്ന്. അപ്പോൾ നമ്മൾ ബോർഡറിലെത്തി. ഇവിടെ 2-3 വണ്ടികളേ ഉള്ളൂ കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. 2 വണ്ടിയേ ഉള്ളൂ, നമ്മുടെ വണ്ടിയും കൂടെ കൂട്ടി 3 വണ്ടിയേ ഉള്ളൂ. 3 വണ്ടി. ആ, പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം കാലിയാണ്. ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ വെള്ളം വലിയ ഉപയോഗിക്കാനും കൊള്ളത്തില്ല. അതെ, വാഷ്റൂം പേരിനുണ്ട് എന്നുള്ളതല്ലാതെ ഒട്ടും വളരെ മോശം. ഇവിടെ മുഴുവനും ഗോതമ്പ് പാടങ്ങളാണ്. അതൊക്കെ ഫുൾ ഏരിയയും അതെ. കരിമ്പൻ വണ്ടി ഉണ്ടോ? ആ, അത് ഓടിച്ചു കൊണ്ട് നിർത്തി. നമ്മൾ മുമ്പേ വരുമ്പോൾ ഇല്ലായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും വന്നാൽ മതിയല്ലോ. അതെ, ഇനിയിപ്പോൾ അത് കച്ചവടം കഴിയുമ്പം നേരെ ആ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതിയല്ലോ. ഇതേ അടുത്ത വണ്ടിയും വന്നു. അടുത്ത വണ്ടി കണ്ടോ? ഇതുണ്ടോ ബൈക്കല്ല അത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ബൈക്കിൻ്റെ ഫ്രണ്ടും ബാക്കിലേക്ക് നോക്കിയാൽ 2 ടയർ വിട്ട് വരുത് കണ്ടോ. കൊള്ളാല്ലേ? ആ കണ്ടോ, ബൈക്കിൻ്റെ ബാഗിലെ ടയർ മാറിയിട്ട് അവിടെ ചെയിനൊക്കെ ഇട്ട് 2 ടയറും ബാഗിൽ പിടിപ്പിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുക. ബൈക്കിൻ്റെ ചിലവേ വരത്തുള്ളൂ. നമ്മുടെ അവിടെ പിന്നെ ഓട്ടോയ്ക്കാ 3 വീല്. അതെ, ഇപ്പൊ ചെറിയൊരു ഓട്ടോ പോലെ ബൈക്ക് ഓട്ടോ അല്ല, പിക്കപ്പ് പോലെ ഉപയോഗിക്കുന്നത്. ആ, ശരിയാ. വണ്ടി അവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം. കുറച്ച് പേരേ ഉള്ളൂ. ആ, അതെ അതെ. അപ്പോൾ ഇവിടെയും പരേഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരമേ. അതെ, അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ, ഇവിടെ 4 മണിയാകുമ്പോഴേ നമ്മളെ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. 4 മണിക്ക് ചെല്ലുക, 4:30 പരേഡ് തുടങ്ങും, 5 മണിയാകുമ്പം പരേഡ് കഴിയും. അങ്ങനെയാണ് പറഞ്ഞത്. ആ ആ, നമ്മുടെ ജവാന്മാരൊക്കെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഫസിൽക്ക ബോർഡർ എന്നും പറയും, പിന്നെ സാദിഖി സുലൈമാനി ബോർഡർ എന്നും അറിയപ്പെടും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ അകത്തേക്ക് കയറണാൽ ID ഒക്കെ കാണിക്കണം. സായി അതേ നേരത്തെ പോയി. ID കാണിച്ചാൽ മാത്രം മതി, വേറെ പാസ്സൊന്നും വേണ്ട. ആ, അപ്പോൾ കയറിപ്പോയോ? ആ, ആരെങ്കിലും ഒരാളുടെ ID കൊടുത്താൽ മതി. ആ, നമ്മളിപ്പോൾ ഒരുമിച്ച് കാണിച്ചു. അതെ, നമ്മുടെ സാരഥിയുടെ കാണിച്ച് എല്ലാം അവിടെ എൻട്രി ചെയ്തു. 4 പേരും. ആ, നേരെ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് ഓടായിരുന്നു, ഇവർ എക്സസൈസ് ചെയ്യുന്ന പോലെ. തണുപ്പ് പറഞ്ഞാൽ ഓടിക്കാതെ ഭയങ്കര തണുപ്പാ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ബോർഡറിലെത്തി. ഇവിടെ നോക്കിയപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്കൊരു സന്തോഷം. ഇത് നമ്മുടെ സ്ഥലവും ആ ഗേറ്റിനപ്പുറം പാകിസ്ഥാൻ്റെ. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആൾക്കാർ കുറവാണ്. ആ, അതെ അതെ, ഇന്ന് കുറവാണ്. പാകിസ്ഥാനിലെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി വന്നേക്കുന്നവരെ. ആ, അതെ, ഗാലറിയിലല്ലേ ആൾക്കാർ കുറവായിരുന്നു നമ്മുടെ.
പരേഡൊക്കെ കണ്ട് ഇറങ്ങി. അവിടെ ഇരിക്കുമ്പോൾ പരേഡ് കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതുപോലൊരു വികാരമാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ബി എസ് എഫിൻ്റെയും പിന്നെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും പരേഡാണ് ഇപ്പോൾ നടന്നത്. നേരത്തെ നമ്മൾ കാശ്മീർ ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ വാഗാ ബോർഡറിൽ പോയി അവിടുത്തെ പരേഡ് കാണണമെന്ന് ഓർത്താൽ അന്ന് ചെന്നപ്പം കാണാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര സങ്കടമായി പോയായിരുന്നു. അപ്പോൾ ആ ഒരു സങ്കടം ഇന്ന് മാറി. തണുപ്പൊക്കെ ആയതുകൊണ്ട് ആൾ വളരെ കുറവാണ്. അതെ വീട്ടിൽ ചെന്നേ അവിടെ ചെന്നിട്ട് ഓർത്തിട്ട് കാര്യമില്ല, ഇവരുടെ കൂടെ ഒന്നുകൂടെ ഒരു ഫോട്ടോ എടുക്കുക. ഇതൊന്നും പിന്നെ കിട്ടുന്ന ചാൻസ് അല്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ മലയാളി ജവാന്മാരെ കണ്ടുമുട്ടി കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, പിന്നെ ഒരാൾ എവിടെയായിരുന്നു ജോലി ചെയ്യുന്ന അബോറിലോ? ഒരാൾ അബോറിൽ ജോലി ചെയ്യുന്നതായിരുന്നു. അവർ പരേഡ് കാണാൻ വന്നത് ഫാമിലി ആയിട്ട്. അതെ, കണ്ണൂരുകാരാണ് അവർ. അതെ, അത് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു KL58 വണ്ടി സാൻഡ്രോ. അപ്പോൾ ചെന്നപ്പം പരിചയപ്പെട്ടു. അവർ കണ്ണൂരുകാരെ, ഇവിടെ താമസിക്കുന്ന പുള്ളി ആർമി ജോലി ചെയ്യുന്ന. ആദ്യം നമ്മൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞ് ഒരു സാറിനോട് ഞാൻ ചോദിച്ചു മലയാളികളുണ്ടെന്ന്. അന്നേരം പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒരാളുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പാർക്കിങ്ങിൽ അതേ ഒരു KL58 വണ്ടി കിടക്കുന്നത്. ആ വണ്ടി കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ അതെ, അന്നേരം അവർ അബോറിൽ താമസിക്കുന്നതാണ്, പുള്ളി ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്, കണ്ണൂരാ വീടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗേറ്റിൽ വന്നപ്പോൾ മറ്റേ ആൾ മലയാളി ഒരാളെ വിളിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പ്രകാശ്. പുള്ളി തിരുവനന്തപുരം. പുള്ളി ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത്. അങ്ങനെ 2 ഫാമിലിയെ പരിചയപ്പെട്ടു. 2 ഫാമിലി അല്ല, ഒരു ഫാമിലിയെ ഒരാളെയും പരിചയപ്പെട്ടു അല്ലേ? ഇപ്പം മലയാളികളെ കണ്ടില്ല എന്നുള്ള വിഷമം മാറിയില്ലേ? മാറി. ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഗോതമ്പ് പാടങ്ങളാണ്. സമയമായി 4 മണിയായി കാണും അല്ലേ? 4:30 ആയതേ ഉള്ളൂ. പക്ഷേ 5:30 ആയി അല്ലേ? 5:30 സൂര്യനില്ല, ഉദിച്ചിട്ടില്ല. ഇനി നമ്മൾ തിരിച്ചു പോകുമ്പം അവിടെ ഒരു പാകിസ്ഥാൻ ബോർഡറുണ്ട്, അതായത് രാജസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേനും രാത്രി ആവുമെന്നറിയില്ല. ഹിന്ദു മൽക്കോട്ടെന്നാണ് ആ ബോർഡറിൻ്റെ പേര്. രാത്രി ആയാലും മഞ്ഞ് രൂക്ഷമായിരിക്കും. അതെ, രാത്രി ആയില്ലെങ്കിലും മഞ്ഞ് ചിലപ്പം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതെ, നോക്കാം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇനി മഞ്ഞില്ലാത്ത ഒരു സമയം നോക്കി വരണം അല്ലേ? അപ്പം നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോഴേ ദേശമൊക്കെ നല്ല തെളിഞ്ഞ സമയത്ത്. അല്ല, നമുക്കേ വാഗാ ബോർഡറിൽ ഒരു പ്രാവശ്യം പോകണം പരേഡ് കാണാൻ. അവിടെ എന്നാണേലും പോകണം. അതെ, പരേഡ് കണ്ടിട്ട് എന്ത് തോന്നിയെന്ന്? അതെ, അവിടെ ഇരിക്കുന്ന ആളുണ്ടോ? ആൾക്കാർ കണ്ടോയിരുന്നു? അപ്പുറത്തുള്ള ഒരു പ്രകോപിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ 1000 കോഴി കരക്കാടെന്ന് പറഞ്ഞാൽ 5-6 പേരേ ഉള്ളൂ. പക്ഷേ 5-6 പേരെ അവർ 1000 പേരെ മലത്തി അടിച്ചെന്നുള്ള. അതെ, ഇതുണ്ടോ പഴയ പാലമൊക്കെ. നമ്മളൊരു ഷോർട്ട് കട്ട് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇരുമ്പ് പാലമാണ്. ഇതൊക്കെ മഞ്ഞില്ലാത്ത സമയത്താണ് നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു അല്ലേ? എല്ലാം മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. പഴയ പാലം പൊളിച്ചിവിടെ പുതിയ പാലം പണിതു കേട്ടോ. എല്ലാം ആർമിയുടെ ആണെന്ന് തോന്നുന്നു, ആർമിയുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ ഗ്രാമത്തിനകത്തൂടെ പോകുന്നതെന്ന് തോന്നുന്നു. അതെ, ഇത് ചെറിയൊരു ഗ്രാമമാണ്. വീടുകളൊക്കെ കണ്ടോ അല്ലേ? വലിയ വീടുമുണ്ട്, ചെറിയ വീടുമുണ്ട്. എല്ലാം തമിഴ്നാട് സ്റ്റൈലല്ലേ? ഈ പിന്നെ മതിൽ ഭയങ്കര മതിൽ കെട്ടിയിട്ടേ അകത്തേക്കാണ് വീടുകളൊക്കെ. എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ പശുക്കളുണ്ട്. പശുക്കൾ എല്ലായിടത്തും ഉണ്ട്. ട്രാക്ടറുണ്ട്. അതെ, പഞ്ചാബിലെ നല്ല അടിപൊളി ഒരു പിന്നെ കടുക് പാടം. എനിക്ക് എന്ത് രസമാണെന്ന് നോക്കി. കടുകൊക്കെ ഉണ്ടായി വരുന്നേ കേട്ടോ, പൂത്ത് നിൽക്കുന്നേ നിറയെ പൂവാ. നല്ല രസമുണ്ടല്ലേ കാണാൻ?
അടിപൊളിയാണ്. എന്തൊരു ഏരിയ നോക്കിയേ. ആ അതെ, അതോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഹൈറ്റിനുണ്ട്. ഇതുകൊണ്ട് ഇതെല്ലാം ഗോതമ്പ് കൃഷി നട്ടിട്ടേ ഉള്ളൂ. ഇത് ബസ് റൂട്ടാണോ? ആ ഇതിലെ ബസ്സൊക്കെ ഉണ്ടല്ലോ. രാജസ്ഥാൻ വണ്ടിയാ. എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗം രാജസ്ഥാനാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ സൈഡ് പഞ്ചാബുമാണ്. അത്ര പതുക്കെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് പതുക്കെയാണ് വരുന്നതെന്ന്, പക്ഷേ നല്ല സ്പീഡായിരുന്നു. അപ്പോൾ നമ്മളിത് പഞ്ചാബ് കഴിഞ്ഞു, ഇത് രാജസ്ഥാനിലേക്ക് ഇവിടെ കയറുകയാണ്. ഇത് രാജസ്ഥാനിലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ്, ഹിന്ദുമൽക്കോട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെയാണ് വരാനിരുന്നത്. ഇപ്പോൾ താമസിച്ച് പോയിട്ട് ഇനിയിപ്പോൾ അകത്തോട്ട് കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞല്ലേ? അതെ, ബോർഡർ മാത്രം ചുമ്മാ ഇതേ ഉള്ളൂ. അവിടുത്തെ പോലെ പരേഡും ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പോയേക്കാം. അതെ അതെ. ഇപ്പം നമ്മൾ ഗംഗാനഗറിൽ തിരിച്ചെത്തി. ഇപ്പം വണ്ടി കിടക്കുന്നിടത്തോട്ട് ഉടനെ തന്നെ എത്തും. വെളിയിൽ നിന്ന് പറയാനുള്ള ഇതൊന്നുമില്ല. എന്നാ വെച്ചാൽ തണുപ്പ് കാരണം ചാടി അകത്ത് കയറി. ഇനി വണ്ടി ഒന്ന് ചൂടായി വരണമെങ്കിൽ അരമണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. പെട്ടെന്നൊന്നും ചൂടാകുകയില്ല. എഞ്ചിൻ ചൂടായി വന്നാലേ ചൂടിങ്ങി വരുള്ളൂ. അതില് വെളിയിൽ കൂടെ നടന്നു വന്നാലും തണുപ്പായിപ്പം വണ്ടി സ്റ്റാർട്ട് ആക്കാതെ ഈ തകടെല്ലാം തണുത്ത് കിടക്കുമല്ലേ. തലേണയിലൊന്നും ഒരിടത്തും തൊടത്ത് പോലും ഇല്ല. എവിടെ തൊട്ടാലും തണുപ്പാ. ഞാനതല്ല കൈ കെട്ടിയിരിക്കുന്നത്. തൊടാതില്ലേ? ഞാനാണ് 2 കോട്ട ഇട്ടേക്കുന്നത്, എന്നിട്ട് നടക്കുക. നീ ചോറിരിപ്പുണ്ട്, ചൂടാക്കണ്ടേ? ചോറ് ചൂടാക്കി കഴിച്ചേക്കാം. ചൂടാക്കണം, ചിക്കൻ കറി ചൂടാക്കണം. നീ വെളിയിൽ ഇറങ്ങി എങ്ങനെ ചൂടാക്കും? ഇതിനകത്ത് ഇപ്പൊ ഹീറ്ററിട്ട് ശാലം നേരം ചൂടാക്കി വെച്ച് ഇറങ്ങാം. നമ്മളെ ചൂടാക്കാം ആദ്യം, അതെ, എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി കറിയൊക്കെ ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ചോറും ഒക്കെ ചൂടാക്കി എടുത്തു. കുഴപ്പമൊന്നുമില്ല അല്ലേ? എങ്ങനെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നതല്ലേ? ഇല്ല, ചോറിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലോഡിൻ്റെ കാര്യമൊക്കെ ഇനി നാളെ അറിയത്തുള്ളൂ. അപ്പം നാളെ ലോഡാകുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.